Hello friends, welcome to SR Physics Academy. Today we are going to discuss about Lagrange's equation from D'Alembert's principle. ഇന്ന് D'Alembert's principle നിന്നും എങ്ങനെയാണ് Lagrange's equation വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് ഈ Lagrange's മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഡിഫറൻസിനെയാണ് Lagrange's മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ പറയാം L equal to T minus V. T എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുമാണ്. പിന്നെ ലഗ്രാഞ്ചൽ ഇക്വേഷൻ ഫോർ കൺസർവേഷൻ സിസ്റ്റം ആണെങ്കിൽ അതിനെ d by dt of differentiate dou L by dou QK dot minus dou L by dou QK equal to 0. Lagrange's equation for non-conservation system ആണെങ്കിൽ d by dt of dou L by dou QK dot minus dou L by dou QK equal to GK. GK എന്നും പറയാം QJ എന്നും എഴുതാം. ഇപ്പം മനസ്സിലായല്ലോ. ഇപ്പം ലഗ്രാഞ്ചിന്റെ മെക്കാനിക്സിന്റെ ഫോർമുല ഏതാണ് L equal to T minus V എന്ന് പറയുന്നത്. അത് Tയെ കൈനറ്റിക് എനർജി എന്നും Vയെ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. ഒരു കൺസർവേഷൻ്റെ സിസ്റ്റത്തിനകത്താണെങ്കിൽ അവിടെ d by dt of dou L by dou QK dot and minus dou L by dou QK equal to 0 വരും. പക്ഷെ നോൺ കൺസർവേഷൻ ആണെങ്കിൽ സീറോയ്ക്ക് പകരം GK or QJ നമ്മൾ സ്പെസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ ഈ ന്യൂട്ടൺസ് എന്താ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ മൂവ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ ലഗ്രാഞ്ചിയൽ ആണെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷന്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ലഗ്രാഞ്ചിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ലഗ്രാഞ്ചിയൽ ഇക്വേഷൻ വന്നിട്ട് എടുത്തത് ഫസ്റ്റ് D'Alembert പ്രിൻസിപ്പിളിൽ നിന്നുമാണ് എടുത്തത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഈ D'Alembert പ്രിൻസിപ്പിൾ എന്ന് അല്ലേ. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ F equal to ma ആണെന്ന് അറിയാം അല്ലേ. ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ഇതിലെ ബോക്സ് ഒരു വെയിറ്റിൽ ബോക്സിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് മൂവ് ആവും അല്ലേ. അതിനെയാണ് ഫോഴ്സ് ഈക്വൽ ടു m into a എന്ന് പറയുന്നത്. പക്ഷേ D'Alembert പ്രിൻസിപ്പിൾ എന്താ ചെയ്തു, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടായത്, അതിനാണ് ഫിക്റ്റിറ്റിയസ് ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ അതിൽ നിന്നും അദ്ദേഹം ആ ഫിക്റ്റിറ്റിയസ് ഫോഴ്സ് എന്തുകൊണ്ട് വന്നു, ഒരു അഡീഷണൽ ഫോഴ്സ് വരുന്നു അല്ലേ. അതിന്റെ പേര് ഒരു കൺസ്ട്രെയിൻ, എന്തോ ഒരു കൺസ്ട്രെയിൻ ഫോഴ്സ് കൊണ്ടുകൊണ്ടാണ് വരുന്നു എന്ന് പറയാണ്. സോ അതിനെയാണ് ഇവിടെ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതിയത്. സിഗ്മ I equal to 1 to n പാർട്ടിക്കിൾ Fi മൈനസ് FIC എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്ട്രെയിൻ ഫോഴ്സ് ആണ്, മൈനസ് PI ഡോട്ട് മൊമെന്റം ഡെൽറ്റ RI ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാണ്. സോ സിഗ്മ I equal to 1 to n Fi ഡെൽറ്റ RI പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് വന്നു ഈവൻ സിഗ്മ I equal to 1 to n PI ഡെൽറ്റ RI നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തു, ഈ മൈനസിനെ മാറ്റിയിട്ട് ഇവിടെ ഈക്വൽ ഇട്ടു. അപ്പോൾ സെയിം ആണ്, അതിനെ ഇക്വേഷൻ 1 ആക്കി. നമുക്കിവിടെ വേണ്ടത് എന്താ, ലഗ്രാഞ്ചിയൽ ഇക്വേഷൻസിനെ പ്രൂഫ് ചെയ്യണം അല്ലേ. സോ ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്തു, ഇതൊരു ഇക്വേഷൻ 1 ആയിട്ട് എടുക്കും. ഇതിന് ഇവിടെ ഒരു ഇതിൽ LHS എടുക്കും, ഇതിന് RHS ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്നാണ് അല്ലേ. നമുക്കറിയാം Q1 Q2 Q3 എന്ന് പറയുന്നതെല്ലാം എന്താണ്, ഒരു ജനറൽ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. സോ ഇവിടെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റിൽ എന്താണ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം എന്നും നമുക്കറിയാം. അപ്പം ഈ RIന്റെ ഡോട്ട് വരും കേട്ടോ, RI ഡോട്ട്. സോ இந்த ith പാർട്ടിക്കിളുള്ള ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഓരോന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം ith പാർട്ടിക്കിൾ ഉണ്ടെന്നും പിന്നെ Q1. അപ്പോൾ ഓരോ ടേമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തു, DRI by dt DRI by dot d ഇതിൻ്റെ എന്താ പറയുക RI. അപ്പോൾ ഡോ RI by ഡോ Q1 ഇൻറ്റു ഡോ dQ1 by dt. ക്ലിയർ ആയല്ലോ. തിരിച്ചും അതുപോലെ Q1ന് പകരം നമ്മൾ Q2ലോട്ട് ഇടുക. അപ്പോൾ ഡോ RI by ഇവിടെ ഡോ Q1 അല്ലേ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഡോ Q2 ഇൻറ്റു dQ2 by dt.
പിന്നെ തേർഡ് ടേം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഡോ ആർ ഐ ബൈ ഡോ Q3 ഇൻറ്റു ഡി Q3/D2 ഇങ്ങനെ കണ്ടിന്യൂസ് പോകും. ഏതായാലും ഫസ്റ്റ് കെ പാർട്ടിക്കുലർ നോക്കാം. അപ്പം ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡി ക്യു കെ ബൈ ഡി ടി. ഇതിൽ ഒരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഴുതാനുള്ളത് കുറച്ചുകൂടെ എളുപ്പം ഈസിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യു എൻ പാർട്ടുകൾ ഉണ്ട്, എന്ത് പാർട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കോർഡിനേറ്റ്സ് ഡോ ആർ ഐ ബൈ ഡോ ക്യു എൻ ഇൻറ്റു ഡി ക്യു എൻ ബൈ ഡി ടി പ്ലസ് പിന്നെ എന്താ ടൈമിൻ്റെ ഡെറിവേറ്റീവ്. സോ ഡോ ആർ ഐ ബൈ ഡോ ടി. അപ്പോൾ മനസ്സിലായതിന് നമ്മൾ എന്താ ചെയ്തു, ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് ടി ഒ ആയിട്ട്. പിന്നെ ഇവിടെ നമുക്കിതിന് എന്താ ചെയ്യാൻ, എല്ലാത്തിനെയും കൂടെ നമുക്ക് സിഗ്മ ഇട്ടിട്ട് ഒരു ഇതാക്കാം. അപ്പം കെ ഈക്വൽ ടു 1 to n ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ. പിന്നെ ഈ ടേമിന് നമ്മൾ ക്യു കെ ഡോട്ട് എന്നിട്ട് കേട്ടോ, എന്ന് വെച്ചാൽ വെലോസിറ്റിൻ്റെ ടേം പോലെ. അപ്പോൾ ക്യു ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി. പിന്നെ ഇതിൻ്റെ മീനിങ് എന്താണ്, സിഗ്മ കെ ഈക്വൽ ടു 1 to small n എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ഒരു റണ്ണിങ് ഫാക്ടറാണ്. റണ്ണിങ് ഫാക്ടർ ആകുമ്പോൾ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ്, ഇപ്പോൾ ഇവിടെ കെ ഈക്വൽ ടു 1 to n അല്ലേ, 1 into small n ആണ് കേട്ടോ. അപ്പം പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് റണ്ണിങ് ഫാക്ടർ കെ 1 to n സ്മോൾ n ആണെങ്കിൽ അപ്പോൾ എന്നിന് നമുക്കിവിടെ എന്താ പറയാം, n ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ എന്താ പറയാം, 3k ഓക്കെ 3n മൈനസ് കെ ആണ് അല്ലേ, അതാണ്. അപ്പോൾ 3n മൈനസ് കെ എന്ത് പറയും, നമുക്ക് ഇങ്ങനെ സ്മോൾ n എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും കൺസ്ട്രെയിൻ വരാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിവിടെ ഇത് കഴിഞ്ഞു, ഇത് ക്ലിയർ ആയല്ലോ. പിന്നെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിവിടെ വേണ്ടത് എന്താണ്, ഇതിനൊരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പം ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു ഇതാണ് സിഗ്മ കെ ഈക്വൽ ടു 1 to n പാർട്ടിക്കിൾ ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ. പിന്നെ ഇവിടെ ക്യു കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ, ഇതിനെന്താ വെച്ചാൽ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നു, ഡെൽറ്റ ക്യു കെ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. ക്ലിയർ ആയല്ലോ, ബിക്കോസ് ശരിയാണല്ലോ, ഇത് ഡെൽറ്റ ക്യൂ. അപ്പോൾ അത് ഓർക്കുക, വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് സിമ്പിൾ അറിയാം ഡെൽറ്റ ആർ ഐ. അപ്പോൾ ഇതിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഡെൽറ്റ ക്യു കെ എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. കാരണം ക്യു കെ ഡോട്ടിന് വരാം ഡെൽറ്റ ക്യു കെ ഇടുകയാണ് അല്ലേ, വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് എടുത്തു. തിരിച്ച് നമുക്ക് ഇക്വേഷൻ 1 അറിയാം, നമ്മളിവിടെ നമുക്ക് എന്താ വേണ്ടത്, ഇതിനെ ഓരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം സിഗ്മ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് എടുക്കാം ഫസ്റ്റ്. ഇത് ലെഫ്റ്റും ചെയ്യണം റൈറ്റ് സൈഡും ചെയ്യണം. അപ്പം സിഗ്മ 1 into I into 1 into capital N പാർട്ടിക്കിൾ എഫ് ഐ ഡെൽറ്റ ആർ ഐ, എഫ് ഐ കൺസ്ട്രെയിൻ എന്ന് വിടാം, ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു, നമുക്ക് ഇത് നമ്മൾ ഇത്രയും ചെയ്തില്ലേ, നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്തതെല്ലാം എന്താ, നമുക്കൊരു വാല്യൂ കിട്ടി അല്ലേ, ഇവിടെ ഡെൽറ്റ ആർ ഐ കിട്ടി. അപ്പം ഈ ഡെൽറ്റ ആർ ഐനെ നമുക്ക് എന്താ ചെയ്യാം, വാല്യൂവിനെ നമുക്ക് കിട്ടിയില്ല, ഇത്രയും വാല്യൂ കിട്ടിയിട്ടില്ലേ സമ്മേഷൻ. ഇതിന് ഫോർത്ത് ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഡെൽറ്റ ആർ ഐ എന്താ വരുന്നു, തിരിച്ച് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഓക്കെ ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡെൽറ്റ ക്യു കെ. മനസ്സിലായല്ലോ, ഇത് നത്തിങ്. ഈ ഫസ്റ്റ് എൽ എച്ച് എസിലുള്ള ഈ ഡെൽറ്റ ആർ ഐൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിവിടെ ഒരു ഇത് നോക്കി ശ്രദ്ധിച്ചോളൂ ഒന്ന്. സിഗ്മ ഓക്കെ, ഇവിടെ നമുക്ക് ജി കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ബോൾഡ് ജി കെ എന്താണെന്ന് പറഞ്ഞാൽ സിഗ്മ I equal to 1 to n fi okay ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ. ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കാം. ജി കെ എന്ന് പറഞ്ഞത് ഇത് ഇത്രയും വരും അല്ലേ, ഇതൊരു ജി കെയിൽ വരുന്നതാണ്. പിന്നെ വേറെ എന്താ ജി കെയിൽ വരുന്നത്, ഇതും വരും, ഡോ ആർ ഐ ബൈ ഡോ ക്യു കെയും വരികയാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ബാലൻസ് ഉള്ള ഫസ്റ്റ് എഴുതാം, സിഗ്മ കെ ഈക്വൽ ടു 1 to n അല്ലേ. പിന്നെ ഈ ടേമിന് എന്താ പറയും, നമുക്ക് ജി കെ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇവിടെ, ജി കെ
ഇൻറ്റു ഡെൽറ്റ ക്യു കെ. ശരിയാ? ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് കിട്ടി. ഇതാണ് വാല്യൂ. അതിനെ നമ്മൾ ഫിഫ്ത്ത് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ സെയിം തന്നെ അതേ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മളിതിലുണ്ട്. ഇവിടെ ഇക്വേഷൻ ഇത് വാല്യൂ ഉണ്ട്. ഓക്കെ, ഈ വാല്യൂവിനെ നമ്മൾ വീണ്ടും ഇക്വേഷൻ 1ന്റെ RHSലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ സിഗ്മ i ഈക്വൽ ടു 1 to n pi ഡോട്ട് ഡെൽറ്റ RI. ഓക്കെ, ഇവിടെ എന്താ ചെയ്തു? ജസ്റ്റ് സെയിം അതുപോലെയാണ്. ഡെൽറ്റ RIന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? ഇവിടെ ചെയ്യാണ് ഡെൽറ്റ RI. ഇത് ക്ലിയർ ആയല്ലോ? പിന്നെ ഇതെങ്ങനെയാണ് ഇവിടെ PIMI വന്നത്? നിങ്ങൾക്ക് ഡൗട്ട് വരാം. PIMI നത്തിങ് ബട്ട് P ഈക്വൽ ടു എന്താണ്? MV ആണെന്ന് നമുക്കറിയാം അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നറിയാം. അപ്പൊ P ഈക്വൽ ടു വെലോസിറ്റി നമുക്ക് എന്താ അറിയാം? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ RI എന്നും എഴുതാം, R ഡോട്ട്. അപ്പൊ അതുപോലെ വീണ്ടും ഈ Pനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. P ഡോട്ടിനെ വരുമ്പോൾ എന്താ വരും ഇവിടെ? P ഡോട്ട്. അപ്പം വീണ്ടും M സെയിം തന്നെ വരും, മാസ് സെയിം. പിന്നെ ഈ R അല്ലേ, മാറിൻ്റെ ഡോട്ട് വന്നിട്ട് ഒരു ഡോട്ടിന് പകരം 2 ഡോട്ട് വരും കേട്ടോ. 2 ഡോട്ട് എന്തായാലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വീണ്ടും. അപ്പം അതുപോലെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഡോട്ട്സ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇത് ക്ലിയർ ആയല്ലോ? PI എങ്ങനെ വന്നു? ഈ വാല്യൂ MRI ഡബിൾ ഡോട്ട്. എന്തുകൊണ്ടാണ് ഡബിൾ ഡോട്ട് വന്നു? ഇവിടെ ഒരു ഡോട്ട് ഉള്ളത് അല്ലേ? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഡോട്ടായി. പിന്നെ സെയിം നമ്മളുടെ ഡെൽറ്റ RIന്റെ വാല്യൂ എഴുതി. നെക്സ്റ്റ് നമുക്ക് ഈ സമ്മേഷൻ, ഈ സിഗ്മ എല്ലാം എന്താ ഒരു സൈഡിലോട്ട് മാറ്റാം. ഈ സിഗ്മയും എന്താ ചെയ്തു? ഒരു സൈഡിലോട്ട് മാറി. ബാക്കിയുള്ള ടേമിനെ അതുപോലെ തിരിച്ചെഴുതി. ഇല്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്യുമ്പോൾ ഒൺലി ആ സിഗ്മയുടെ 2 സിഗ്മ i ഈക്വൽ ടു 1 to n പാർട്ടിക്കിളും k ഈക്വൽ ടു 1 to സ്മോൾ n പാർട്ടിക്കിളും നമ്മളിവിടെ ജസ്റ്റ് എഴുതി, അത്രയേ ഉള്ളൂ. ബാക്കി റിമൈനിങ് പാർട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിഗ്മ ഈക്വൽ ടു i ഈക്വൽ ടു 1 to n. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇതിന് ബ്രാക്കറ്റിനകത്താക്കാണ് കേട്ടോ. എന്തിനാണെന്ന് പറഞ്ഞാൽ പറയാം. k ഈക്വൽ ടു 1 to n. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d/dt അല്ലേ? ഈ R ഡബിൾ ഡോട്ട് എന്താ പറയും? ഒരു ഡോട്ടാവും, കുറേ അല്ലേ? d/dt MI/RI ഡോ RI ബൈ ഡോ QK. അപ്പം ഇവിടെ ഈ ഡെൽറ്റ ക്യൂ നമ്മൾ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബ്രാക്കറ്റിൻ്റെ ഔട്ട് സൈഡ് ആക്കി, ഇതും ബ്രാക്കറ്റിൻ്റെ ഔട്ട് സൈഡ് ആക്കി. പക്ഷെ നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് മൈനസ് MI/RI ഡോട്ട് d/dt ഓഫ് ഡോ RI ബൈ ഡോ QK എന്ന് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടേം കൂടെ ഉണ്ട്. ഈ രണ്ടും കുറച്ച് കോംപ്ലിക്കേറ്റ് തോന്നും, അതിലൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് d/dt ഇത് സെയിം ആണ്. d/dt MI/RIനെ എങ്ങനെ പറയാം? നമുക്കിവിടെ ജസ്റ്റ് പറഞ്ഞായിരുന്നു. RIനെ നമുക്ക് V എന്നും പറയാം, വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, സോ VI ഡോ എന്താ പറയുക? ഡോ RI ബൈ ഡോ ക്യൂ. ഒന്ന് ശ്രദ്ധിക്കുക, ഡോ RI ബൈ ഡോ ക്യൂവിന് നമ്മളൊരു പുതിയ ഇതാണ്, നമുക്ക് ഇങ്ങനെയും എഴുതാം. എന്തോ ചെയ്യാം? ഡോ RI ബൈ ഡോ ക്യൂവിനെ നമുക്ക് ഡോ VI ബൈ ഡോ QK ഡോട്ട് എന്ന് പറഞ്ഞും എഴുതാം. ഓക്കെ, ഇതും ശ്രദ്ധിച്ചോളണം. അപ്പം ഇത് ഇവിടെ എഴുതി. അതുപോലെ ബാക്കി സെയിം ആണ്. MI/RI ഡോട്ടിന് എന്താ എഴുതി? VI എന്ന് എഴുതി. പിന്നെ സെയിം ആണ് ഡോ RI ബൈ ഡോ ക്യൂവിന് എന്താ എഴുതി? ഡോ V ബൈ ഡോ QK ഡോട്ട് എന്ന് എഴുതി. ഓക്കെ, ഇതും ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമുക്കിത് ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഹാഫ് mv² എന്ന് പറഞ്ഞ് കിട്ടും. ഇതും സെയിം ആണ്. ഓക്കെ, ഡെൽറ്റ QKയും സെയിം ആണ്. വീണ്ടും ഇതിനെ എന്താ ചെയ്യുക? നമ്മൾ ഡിഫറൻഷിയേറ്റ് d/dt അല്ലേ? അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു MI/VI² ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിനെ തിരിച്ചത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ക്യാൻസൽ ആയിപ്പോൾ MI/VI ഇൻറ്റു ഡോ V ബൈ ഡോ QK ഡോട്ട് കിട്ടും. ഓക്കെ, അതുപോലെ മൈനസ് ഈ ടേമും അതുപോലെ കിട്ടി. ശരിയാ? അപ്പം ഇവിടെ ഒരിക്കൽ കൂടെ പറയാണ്, ഇവിടെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ആർ ഡബിൾ ഡോട്ടിനെ നമ്മൾ സിംഗിൾ ഡോട്ടാക്കി വീണ്ടും അതിനെ നമ്മൾ വാല്യൂ ഇട്ട് ചെയ്യുകയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ആണെന്ന് നമുക്കറിയാം അല്ലേ, കൈനറ്റിക് എനർജിയാണ്. അപ്പം ഇതിനെന്താ പറയും നമ്മൾ, കൈനറ്റിക് എനർജി എന്നല്ലേ പറയുന്നത്. അപ്പം കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പം നത്തിങ് ബട്ട് കൈനറ്റിക് എനർജിക്ക് അവിടെ നമ്മൾ ലെഗ്രാഞ്ചിൽ എന്ത് സിമ്പിൾ കൊടുത്തു, ടി എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ, ഈ ടേം ഫുള്ളാണ് നമ്മൾ എന്താ പറയുക, ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ഡോട്ട്. ഈ ഫുൾ ടേമിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സമ്മേഷൻ ഓഫ് 1 to n പാർട്ടിക്കിളിലുള്ള ഫുള്ളിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അതുപോലെ ഇവിടെയും ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഫുൾ പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരുന്നത് എന്താണ്, ഡോ ക്യൂ കെ ഇൻറ്റു ടി. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെ നമുക്ക് സെക്കൻഡ് RHSന്റെ സൈഡിലുള്ള നമുക്ക് ഇക്വേഷനും കിട്ടി. അപ്പോൾ 6th ഇതൊന്ന് കുറച്ച് ശ്രദ്ധിക്കണം. ഈ രണ്ട് ഇത് ഇത്രയും ഒന്ന് ഈ സൈഡിലുള്ള അല്ലേ, പിയുടേതും ഡോ ആർ ബൈ ഡോ ക്യൂ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം പെട്ടെന്ന് എഴുതാന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് അപ്പം നമുക്ക് ആദ്യം വീണ്ടും ഇക്വേഷൻ 1 പോവാം. ഇക്വേഷൻ 1 നമുക്ക് ഇങ്ങനെ എടുത്തു, FI ഡെൽറ്റ RI കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ രണ്ട് നമുക്ക് LHSും RHSനും കിട്ടിയില്ലേ വാല്യൂ, നമ്മൾ ചെയ്ത ഡെറിവേഷൻ, അതിവിടെ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെയും അതുപോലെ RHS സൈഡിൽ എന്ത് കിട്ടിയോ അത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടിലും ഏതെങ്കിലും രണ്ട് വാനിഷ് ഈക്വൽ അല്ലേ. ഇപ്പോൾ വാനിഷ് നമുക്ക് ചെയ്ത് കളയാം. ഇത് സമ്മേഷൻ വേണ്ട, ഇവിടുത്തെ സമ്മേഷൻ വേണ്ട, ഡെൽറ്റ ക്യൂവും വേണ്ട, ഇവിടുത്തെ ഡെൽറ്റ ക്യൂവും വേണ്ട. ഓക്കെ, എന്നിട്ട് ഇവിടെ ബാക്കിയുള്ളത് ജി കെ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ കെ കിട്ടി അല്ലേ. ഇതിന് നമ്മൾ ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. ഈ ജി കെ ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു ജി കെ. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചതായിരുന്നു. ഇതിന് എന്താ പറയാം, ഫോർ നോൺ കൺസർവേഷൻ സിസ്റ്റം എന്ന് പറയാം. സപ്പോസ് ഇവിടെ 0 വന്നാലോ അതിനെ കൺസർവേഷൻ സിസ്റ്റം എന്നും പറയാം. പിന്നെ ഇവിടെ ഇപ്പോൾ ടിയിലല്ലേ ഇരിക്കുന്നത്, നമുക്കിതിന് എന്താ പറയുക, നമുക്ക് ലഗ്രാഞ്ചിയൽ ഇക്വേഷൻ എല്ലിലോട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം നോക്കാം. ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു ജി കെക്ക് വന്നിട്ട് ഇതിനൊരു വേദം നമുക്ക് ഇത് ഇങ്ങനെയും പറയാം, മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ജി കെക്ക് വരെ നമ്മൾ എന്താ ചെയ്യുന്നു, മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ കെ, ടി എന്താ ചെയ്യണം, ഇവിടെ ഇക്വേഷൻ ഇപ്പുറത്തോണ്ടിരുന്ന ബോത്ത് സൈഡ്. അപ്പോൾ ടി മൈനസ് വി എന്ന് എഴുതാം, ഇവിടെയും ടി മൈനസ് വി എന്ന് എഴുതാം. അപ്പോൾ ടി മൈനസ് വി ഈക്വൽ ടു നമുക്ക് ആൾറെഡി അറിയാം, എൽ ഈക്വൽ ടു എന്താ പറയുന്നത്, ടി മൈനസ് വി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തു, ടി മൈനസ് വിക്ക് വരെ എൽ ചേർത്തപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ എൽ ഈസ് കോൾഡ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.